റെഡ്മി 13 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 13 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. റെഡ്മി 12 5G എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.795 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം റെഡ്മി 12 4G ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ട് അപ്ഗ്രേഡ്സും കാര്യങ്ങളൊന്നും വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 18,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവൻ നമ്മൾ AMOLED ഡിസ്പ്ലേ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ അതൊരു അപ്ഗ്രേഡും കൂടി ആയേനെ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 198.5 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.17 mm ആണ്. IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബ്ലാക്ക്, പിങ്ക്, ബ്ലൂ അതുപോലെ തന്നെ ഗോൾഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G91 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം റെഡ്മി 12 4G MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഇത് ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ചെറിയൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 18,100 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. അതുമാത്രമല്ല ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ 5G സപ്പോർട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മാക്സിമം 4G സപ്പോർട്ടേ വരുന്നുള്ളൂ. 5G സപ്പോർട്ടൊന്നും ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 6GB റാമും 128GB ഇന്റർണൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 8GB റാമും 256GB ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെഡ്മി 12 4G 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഇപ്പം റെഡ്മി 12 4G അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിലോട്ട് വരുമ്പം അതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അതൊരു ഡൗൺ ഗ്രേഡ് ആണ് എന്ന് പറയേണ്ടി വരും. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. റെഡ്മി 12 4G 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരുന്നു. അപ്പം അതിൽ നിന്നും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5030 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. തിരക്കില്ലാത്തൊരു ചാർജിംഗ് സ്പീഡൊക്കെ തന്നെയാണ്. ഇപ്പോൾ റെഡ്മി 12 4G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലും ഒരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 199.99 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 18,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ വരുന്നില്ല. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് എന്ന് പറയാം. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വില ഇത്രയും കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റെഡ്മി 13 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലെ പ്രൈസിങ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും റെഡ്മി 13 4G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.